എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 NCERT ഹിന്ദി വസന്ത് എന്ന പുസ്തകത്തിലെ 9th ചാപ്റ്ററാണ് ചിടിയ കി ബച്ചി. അപ്പോൾ ഇതൊരു ഗദ്യമാണ്. ഗദ്യം പറഞ്ഞാൽ അതിലൊരു കഥയാണിത്. അപ്പോൾ എന്താ കഥ എന്ന് നോക്കാം. ഇത് എഴുതിയിരിക്കുന്നത് ജയനേന്ദ്ര കുമാറാണ്. ചിടിയ കി ബച്ചി, പക്ഷിയുടെ കുട്ടി. മാധവ് ദാസിനെ अपनी संगमरमर की नई कोटी बनवाई है. മാധവ് ദാസ് അവരുടെ പുതിയ ഒരു വലിയ വീട് കെട്ടിയിരിക്കുന്നത്. കോട്ടി എന്ന് പറഞ്ഞാൽ ബംഗ്ലോ എന്നും പറയാൻ പറ്റും. പിന്നെ മൾട്ടി സ്റ്റോറീഡ് ഇങ്ങനെ ഉയരത്തിലുള്ളൊരു ബിൽഡിങ്, പുതിയ നല്ല വലിയ വീട് കെട്ടിയിരിക്കുന്നത്. അതെന്തിനാണ്? സംഗമർമർ എന്ന് വെച്ചാൽ മാർബിളിൻ്റെ മുഴുവനും മാർബിളാണ്. उसके सामने बहुत सुहावना बगीचा भी लगवाया है. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ള ബഗീച്ച, ഭംഗിയുള്ള ബഗീച്ച, ഗാർഡനും വെച്ചിട്ടുണ്ട്. ഉनको कला से बहुत प्रेम है. അദ്ദേഹത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ധൻ की कमी नहीं है और कोई व्यसन छू नहीं गया है. പൈസയുടെ ഒരു കുറവുമില്ല, പിന്നെ ഒരു വ്യസനവും പറഞ്ഞാൽ ഒരു രീതിയിലുള്ള കഷ്ടപ്പാടുകളും അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി പോയിട്ടില്ല. സുന്ദർ അഭിരുചി കെ ആദ്മി ഹെ. നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അഭിരുചി നല്ല കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഫൂൽ പൗധെ रकाबियों से हौजों में लगे फव्वारों में उछलता हुआ पानी उन्हें बहुत अच्छा लगता है. എന്താണ് അവിടെ ഗാർഡനിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫൂൽ പൗധെ, ചെടികളും പൂക്കളും, പിന്നെ അത് കൂടാണ്ട് എന്താണ് റക്കാബിയോസെ ഹൗജോമേ ലഗേ ഹുവേ ഫവ്വാരോ. അത് പറഞ്ഞ ഫവ്വാര പറഞ്ഞാൽ ഫൗണ്ടൻ കേട്ടോ. ഫൗണ്ടൻ നമ്മൾ ഗാർഡനിലൊക്കെ വെക്കില്ലേ, വലിയ വലിയ ഗാർഡനിലൊക്കെ ഉണ്ടാവില്ലേ, അത്. ഹൗജോ എന്ന് പറഞ്ഞാൽ ടാങ്ക്. അപ്പം ഈ റക്കാബിയോ ഇങ്ങനെ ഈ സിമൻറ്റ് കൊണ്ട് കെട്ടി അല്ലെങ്കിൽ കല്ലുകൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന തടങ്ങൾ പോലെ അതിൽ വെള്ളം നിറച്ച് പിന്നെ ടാങ്ക് പോലെ ആക്കി പിന്നെ അതിൽ ഫൗണ്ടനൊക്കെ വെച്ചിട്ടില്ലേ, അതന്നെ പറയണത്. അതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അത് വലിയ ഇഷ്ടമാണ്. സമയ ഭി ഉൻകെ പാസ് കാഫി ഹെ. സമയവും ഉണ്ട് നല്ലോണം. शाम को जब दिन की गर्मी ढल जाती है और आसमान कई रंग का हो जाता है, तब कोठी के बाहर चबूतरे पर तख्त डलवाकर मसनद के सहारे वह गलीचे पर बैठते हैं और प्रकृति की चट्टा निहारते हैं. എന്താ ചെയ്യുക? വൈകുന്നേരം ആയാൽ ഷാം കോ, വൈകുന്നേരം ആയാൽ ജബ് ദിൻ കി ഗർമി ഢൽ ജാത്തി ഹെ, ചൂടെല്ലാം പോയി വെയിലൊക്കെ മാറിയതിന് ശേഷം ആസ്മാൻ കൈ രംഗ് കാ ഹോ ജാത്താ ഹെ. ആസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകാശം കുറേ കളറുകളാവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വെയിലൊക്കെ മങ്ങുമ്പോൾ എന്ന് തന്നെയാണ് കേട്ടോ. തബ് കോട്ടിക്ക് ബഹാർ ചബൂത്രേ പർ തക്കത്ത് ഡൽവാക്കർ, അതിൻ്റെ വെളിയിൽ വന്നിട്ട്, വീട്ടിൻ്റെ വെളിയിലിട്ട് ചബൂത്രേ പർ തക്കത്ത് ഡൽവാക്കർ. തക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച്, ഇരിക്കാനുള്ള നീളത്തിലുള്ള ബെഞ്ചിന് പറയണതാണ്. അത് ഇട്ട് അതിൽ മസ്നത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ പില്ലോകൾ ഉണ്ടാവില്ല, ഇങ്ങനെ ഉരുണ്ട പില്ലോകൾ ഉണ്ടാവില്ല, നമ്മൾ ഈ സൈഡിലൊക്കെ വയ്ക്കും, സോഫയുടെ സൈഡിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണ പോലെ, അങ്ങനത്തെ വലിയ പില്ലോ ഒക്കെ എടുത്ത് സപ്പോർട്ട് വെച്ച് അവിടെ ഇരിക്കുമായിരുന്നു. ചട്ടാനി ഹാർത്തെ പറഞ്ഞ പ്രകൃതിയുടെ ഭംഗി നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ഇൻമേ മാനോ ഉൻകെ മൻ കോ തൃപ്തി മിൽത്തി ഹെ. ഇത് കൊണ്ട് എന്താണ്? അങ്ങേക്ക് മനസ്സിന് നല്ല തൃപ്തിയാവും, സന്തോഷം കിട്ടും. മിത്ര ഹുയെ തോ ഉൻസെ വിനോദ് ചർച്ച കർത്തി ഹെ. അഥവാ ചങ്ങാതിമാരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. നഹി തോ പാസ് രഖേ ഹുയെ ഫർഷി ഹുക്കെ കി സട്ടക്കോ മുഹ് മേ ദിയെ ഖയാൽ മേ സന്ധ്യ കോ സ്വപ്ന കി ഭാന്തി ഗുജാർ ദേത്തെ ഹെ. അഥവാ ഫ്രണ്ട്സ് വന്ന് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫർഷി ഹുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മോക്കിംഗ് ഒക്കെ ചെയ്യണ ഒരു നീളത്തിലുള്ളൊരു പിന്നെ ട്യൂബും അതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ബൗളൊക്കെ പോലുള്ളൊരു പാത്രമാണ് കേട്ടോ. ഒരു വലിയൊരു സാധനമാണത്. അപ്പോൾ അതിൽ പുകവലിക്കും. അപ്പോൾ അതിലിങ്ങനെ വെറുതെ അതവിടെ വെച്ചിരിക്കുന്നുണ്ട്, അതിൽ പുകവലിക്കുക അങ്ങനെ എന്തെങ്കിലും അതിന് വായിൽ വെച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കും. എവിടെയോ പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ട്, ഖയാൽ മേ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. സന്ധ്യ മുഴുവനും അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യും എന്നാണ് പറയണത്.
ആജ് കുച്ച് കുച്ച് ബാദൽ തേ. ഇന്ന് കുറച്ച് മേഘങ്ങളുണ്ട്. ഘട്ട ഗഹരി നഹി തി. അതിൻ്റെ അർത്ഥം ഒരുപാടൊന്നുമില്ല, കുറച്ച് മൂടിയിരിക്കുന്നുണ്ട് എന്ന് പറയില്ലേ, അതാണ്. ധൂപ് കാ പ്രകാശ് ഉന്മേ സെ ചൻ ചൻ കർ ആ രഹാ താ. എന്നാലും അതിന്ന് ഇത്തിരി ഇടയിൽ വെയിൽ വരുന്നുണ്ടായിരുന്നു. മാധവദാസ് മസ്നത് കെ സഹാരെ ബൈഠേ തെ. വലിയ പില്ലോയിൻ്റെ സപ്പോർട്ടിൽ ആണിങ്ങനെ ഇരിക്കുന്നത്, അതിൽ കൈയൊക്കെ വെച്ചിട്ട് ഇരിക്കില്ലേ, അതാണ് പറയുന്നത്. ഉന്നെ ജിന്ദഗി മേ ക്യാ സ്വാദ് നഹി മില. അങ്ങേർക്ക് ലൈഫിൽ എന്ത് സ്വാദാണ് കിട്ടാത്തത്. അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ട്, പൈസയും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്, ഒരു സുഖസൗകര്യങ്ങളും അങ്ങേർക്ക് ഇല്ലാത്തതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പർ ജി ബർക്കർ ബി കുച്ച് ഖാലി സ രഹതാ ഹൈ. മനസ്സ് നിറഞ്ഞിട്ടും പക്ഷെ എന്താണ്, എന്തോ ഒരു കുറവുണ്ട്. കുച്ച് ഖാലി സ രഹതാ ഹൈ, എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ട്. उस दिन संध्या समय उनके देखते सामने की गुलाब की डाली पर एक चिड़िया आन बैठी. അന്ന് വൈകുന്നേരം എന്തായിരുന്നു, അവരെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു ചെടിയിൽ ഒരു പക്ഷി വന്നിരുന്നു. ചിടിയ ബഹു സുന്ദർത്തി. ആ പക്ഷി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല സുന്ദരമായിരുന്നു കാണാൻ. ഉസ്കി ഗർദൻ ലാൽ തി. അതിൻ്റെ കഴുത്ത് എന്താണ്, ചുവപ്പ് കളറായിരുന്നു. ഓർ ഗുലാബി ഹോത്തെ ഹോത്തെ കിനാരോ പർ ജര നീലി പടുകൈ തി. പിന്നെ കഴുത്ത് ചുവപ്പും പിന്നെ ഗുലാബി എന്ന് പറഞ്ഞാൽ റോസ് കളർ കേട്ടോ, കുറച്ച് പിന്നെ പിങ്ക് കളറും പിന്നെ കിനാരോപ്പർ അതിൻ്റെ എഡ്ജിൽ ജര നീലി പടുകയെത്തി, കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലൂ കളറുമായിരുന്നു. പങ്ക് ഊപ്പർ സെ ചമക്ദാർ സ്യാഹത്തെ. പങ്ക് ചിറക് അങ്ങനെ മുകളിൽ നിന്ന് കാണുന്ന സമയത്ത് എങ്ങനെയാണ്, നല്ല മിന്നുന്ന സ്യാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഷിയല്ലേ, ഇങ്കിന് പറയണതല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം ബ്ലൂ കളർ, അങ്ങനെ കുറച്ച് മിന്നുന്ന ബ്ലൂ കളറിൽ കാണുമായിരുന്നു. उसका नन्हा सा सर तो बहुत प्यारा लगता था और शरीर पर വിചിത്ര ചിത്രകാരി थी. അതിൻ്റെ ചെറിയ, നന്ന പറഞ്ഞാൽ ചെറിയ, വളരെ ടൈനി, വളരെ കുഞ്ഞായിട്ടുള്ള പിന്നെ തല, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശരീരത്തിൽ മുഴുവനും വിചിത്ര ചിത്രകാരി തീ പറഞ്ഞാൽ പല കളർഫുള്ളായിരുന്നു, അങ്ങനെയെന്ന് കളർഫുള്ളും ഡിസൈനും ഒക്കെ ആയിരുന്നു അങ്ങനെയെന്ന്. അതിൻ്റെ അർത്ഥം അതിൽ പല കളറൊക്കെ ആയിട്ടുള്ള ഒരു പക്ഷിയായിരുന്നു. ചിടിയാക്കോ മാനോ മാധവദാസ് കി सत्ता का कुछ पता नहीं था और मानो तनिक देर का आराम भी उसे नहीं चाहिए था. അപ്പോൾ ഇതിപ്പോൾ പക്ഷിക്ക് ഇപ്പോൾ അവിടെ അതിൽ ചെടിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഇത് മാധവദാസിൻ്റെ ഗാർഡനാണ്, അവരുടെ പ്രോപ്പർട്ടിയാണെന്നൊന്നും പക്ഷിക്കറിയില്ലല്ലോ. അത് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. മാത്രമല്ല മാനോ തനിക് ദേർക്കി, കുറച്ച് സമയത്തിൻ്റെ ആരാം, വിശ്രമം മാത്രം ഈ ഉസെ നെഹി ചെയ്യത്ത. അത്ര മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോകും, അത്രയൊക്കെ ഉള്ളൂ അർത്ഥം. കഭി പർ ഹിലാത്തി തീ. ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ ചിറക് തന്നെയാണ്, ഇളക്കുമായിരുന്നു, അപ്പോൾ ചാടുമായിരുന്നു ഇരുന്നിട്ട്. ഖൂബ് ഖുഷ് മാലൂം ഹോത്തി തീ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അപ്പനി നന്നി സി ചോഞ്ച് സി പ്യാരി പ്യാരി ആവാസ് നിക്കാൽ രഹി തീ. അപ്പോൾ ചെറിയ ചോഞ്ച് ബീക്ക്, ചെറിയ കൊക്കിന്ന് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മാധവദാസ് കോ ചിടിയ ബഡി മൻമാനി ലഗി. മാധവദാസിന് അതിനെ കണ്ടിട്ട് ഭയങ്കര മൻമാനി പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്യുന്നത് പോലെ തോന്നി. ഉസ്കി സ്വച്ഛന്തത ബഡി പ്യാരി ജാൻ പടുത്തി തീ. അതിൻ്റെ സ്വച്ഛന്തത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീ ആയി, ആസാദി എന്ന് പറഞ്ഞാൽ ഫ്രീഡം, ഫ്രീ ആയി പറഞ്ഞാൽ ഒരു ചിന്തയില്ലാതെ ഉള്ള അവളുടെ ആ പക്ഷിയെ കാണിക്കണതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. കുച്ച് ദേർ തക് വഹ ഉസ് ചിടിയ കാ ഇസ് ഡാൽ സെ ഉസ് ഡാൽ ദിർഖ്ന ദേഖ്തെ രഹെ. പിന്നെ എന്താണ്, കുറച്ച് നേരം ഈ പക്ഷിയുടെ ഈ കൊമ്പിലേക്കുള്ള ചാട്ടവും എല്ലാം നോക്കിക്കൊണ്ട് ഇരുന്നു. ഇസ് സമയ അപ്ന ബഹുത് കുച്ച് ഭൂൽ ഗയേ. ഈ സമയത്ത് എന്താണ്, എല്ലാം മറന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അത് ഉനോനെ ഉസ് ചിടിയ സെ കഹ. ആ പക്ഷിയുടെ അടുത്ത് പറഞ്ഞു, ആവോ തും ബഡി അച്ചി ആയി ഹേ. നീ നല്ലതാണ്, ഇവിടെ വാ എന്ന് പറഞ്ഞു. നീ നന്നായി, ഇവിടെ വന്നിട്ട് നന്നായി. യേ ബഗീച തും ലോഗോं के बिना സൂന ലഗ്താ ഹേ. ഈ ഗാർഡൻ നിങ്ങളില്ലാതെ സൂന ലഗ്താ ഹേ പറഞ്ഞാൽ ആരും ഇല്ലാത്ത പോലെ തോന്നും, ഭയങ്കര കാലിയായിട്ട് തോന്നും ഈ ഗാർഡനിൽ നിങ്ങളൊന്നും ഇല്ലാതെ. सुनो चिड़िया, तुम खुशी से यह समझो कि यह बगीचा मैंने तुम्हारे लिए ही बनवाया है. നീ
സന്തോഷത്തോടെ കേക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ഗാർഡൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തും ബേഘട്ട് യഹാ ആയാ കരോ. നീ പേടിയില്ലാതെ, ബേഘട്ടക്കെ എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ, നിർഭയം ഇവിടെ നീ വന്നോളൂ, എന്നും ഇവിടെ വന്നോളൂ. ചിടിയ പെഹലെ തോ സാവധാൻ രഹി. ആ പക്ഷി ആദ്യം എന്താണ് അസാവധാൻ സാവധാൻ എന്ന് പറഞ്ഞാൽ, സാവധാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ചിട്ട്, അസാവധാൻ അതിൻ്റെ ഓപ്പോസിറ്റ്, അത്ര ശ്രദ്ധയൊന്നും ഇല്ലാതെ ഇങ്ങനെ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആദ്യം അത്ര ശ്രദ്ധിച്ചതൊന്നുമില്ല. പിന്നെ ഫിർ ജാൻകർ കി ബാത്ത് ഉസ്സെ കി ജാ രഹി ഹെ വ എക്കായക് തോ ഘബറായി. പിന്നെ എന്താണ് മനസ്സിലായത്, ഇവളുടെ അടുത്താണ്, ഈ പക്ഷിയുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ തോന്നിയിട്ട് എന്ത് ചെയ്ത്, എക്കായക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഘബറായി, പരിഭ്രമിച്ചു, പേടിച്ചു പോയി. ഫിർ സങ്കോച് കോ ജീത് കർ ബോലി. പിന്നെ അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ലാത്ത ഭാവത്തിൽ പിന്നെ പറഞ്ഞു, മുझे മാലൂം നഹീ താ കി യഹ് ബഗീച ആപ്കാ ഹൈ. എനിക്ക് അറിയില്ലായിരുന്നു ഈ ഗാർഡൻ നിങ്ങളുടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. മേ അഭി ചലി ജാത്തി ഹൂँ, ഞാൻ ഇപ്പോൾ പോവാട്ടോ. പൽ ഭർ സാൻസ് ലേനെ മേ യഹാ ടിക് ഗയി തീ. ഞാൻ കുറച്ച് ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്, വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരുന്നത്. ടിക് ഗയി തീ പറഞ്ഞാൽ അവിടെ ഇരുന്നു. മാധവദാസ് ने कहा हाँ ബഗീച तो है. മാധവദാസ് പറഞ്ഞു, ഗാർഡനൊക്കെ എൻ്റെ തന്നെയാണ്, എന്നാലും ഈ സംഗമർമർ കി കോഠി ബി മേരി ഹെ. ഈ മാർബിളിൻ്റെ ഈ വലിയ ബിൽഡിങ്ങും എൻ്റെ തന്നെയാണ്. ലേക്കിൻ ഇസ് സബ്കോ തും അപ്നാ ഭി സമജ് സക്തി ഹോ. പക്ഷെ എന്നാലും എന്താണ്, ഇതെല്ലാം നീ നിൻ്റെയാണെന്ന് വിചാരിച്ചോ. സബ് കുച്ച് തുമാരാ ഹൈ, എല്ലാം നിൻ്റെയാണ്. തും കേസി ഭോലി ഹോ. നീ എന്ത് ഇന്നൊസെൻ്റ് ആണ്. ഭോലി പറഞ്ഞാൽ നല്ല നിഷ്കളങ്കമായ, ഇന്നൊസെൻ്റ് ആണ്. കേസി പ്യാരി ഹോ, എന്ത് ഭംഗിയാണ്, എന്ത് നല്ലതാണ്. ജാओ നഹി ബൈഠോ. പോകരുത്, ഇവിടെ ഇരിക്കേ. മേരാ മൻ തുംസെ ബഹുത് ഖുഷ് ഹോത്താ ഹൈ. എൻ്റെ മനസ്സ് നിന്നെ കണ്ടിട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട്. ചിടിയ ബഹുത് കുച്ച് സങ്കുചാ ഗയി. പക്ഷെ പക്ഷിക്ക് എന്തൊക്കെയോ പോലെയൊക്കെ തോന്നി, ഒന്ന് ഹെസിറ്റേഷനൊക്കെ തോന്നി. ഉസെ ബോധ് ഹുവാ കി ഉസ്സെ ഗൽത്തി തോ നഹി ഹുയി കി വഹ് യഹാ ബൈഠ് ഗയി ഹൈ. എന്നിട്ട് പിന്നെ തോന്നും ബോധ് ഹുവാ, അങ്ങനെ തോന്നി. എങ്ങനെ തോന്നുന്നു, ഇവിടെ വന്നിരുന്നിട്ട് വല്ല തെറ്റ് ചെയ്തതാണോ എന്ന് തോന്നി, ഇവിടെ വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നാൻ തുടങ്ങി. ഉസ്കാ ധിരക്കന റുക്യ. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ചാടുമായിരുന്നില്ലേ, അപ്പം അത് നിർത്തിയിട്ട് ഭയഭീത് സി ബഹബോലി, കുറച്ച് പേടിയോടെ പറഞ്ഞു, മേ thक कर यहाँ बैठ गई थी. ഞാൻ ക്ഷീണിച്ചിട്ടാണ് ഇവിടെ ഇരുന്നുണ്ടായിരുന്നത്. അപ്പം ചലി ജാऊंगी, ഞാനിപ്പോൾ പോകാം ഇവിടുന്ന്. ഭഗീജ ആപ് കാഹെ മുझे മാഫ് കരേ. നിങ്ങളുടെ തന്നെയാണ് ഗാർഡൻ, നിങ്ങളുടെയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോൾ പോവാം എന്ന് പറഞ്ഞു. മാധവദാസ് ने कहा मेरी भोली चिड़िया तुम्हें देखकर मेरा चित्त प्रफुल्लित हुआ है. എൻ്റെ നിഷ്കളങ്കയായ പക്ഷി, നിന്നെ കണ്ടിട്ട് എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. മേരാ മെഹൽ ബി സൂണ ഹെ. എൻ്റെ കൊട്ടാരം, എൻ്റെ വീട് എൻ്റെ അർത്ഥം. സൂണ ഹെ കാലിയാണ് അവിടെ. വഹാ കോയി ഭി ചെഹചഹാത്ത നഹി ഹെ. അവിടെ ആരും, ചെഹചഹാന പറഞ്ഞാൽ ചിർപ്പിങ്, പക്ഷികളുടെ ശബ്ദത്തിനാണ് ചെഹചഹാന പറയുക. കാരണം ആരും അവിടെ ശബ്ദമില്ല. തുമെ ദേക്കർ മേരി രാഗിനിയോ കാ ബി ജി ബഹലേഗ. നിന്നെ കണ്ടിട്ട് എൻ്റെ രാഗിനിയോ കാ ജി ബഹലേഗ. രാഗിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാണ് കേട്ടോ. രാഗിനി പറഞ്ഞാൽ സ്ത്രീലിംഗവും പുല്ലിംഗവും, രാഗിൻ്റെ സ്ത്രീലിംഗം രാഗിനി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷമാവും. പറഞ്ഞാൽ അതിനെക്കാട്ടിലും കൂടുതൽ ആവും. തും കേസി പ്യാരി ഹോ, നീ എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് നല്ലതാണ് കാണാൻ. യഹി ഹോ തും ക്യൂ രഹോ. നീ ഇവിടെ തന്നെ എന്തുകൊണ്ട് നിനക്ക് ഇവിടെ ഇരുന്നൂടാ. ചിടിയ ബോലി. പക്ഷി പറഞ്ഞു, മേ മാ കെ പാസ് ജാ രഹി ഹൂँ. ഞാൻ അമ്മയുടെ അടുത്ത് പോവുകയാണ്. സൂരജ് കി ധൂപ് ഖാനെ और हवा से खेलने और फूलों से बात करने में ज़रा घर से उड़ आई थी. ഞാൻ വെയിൽ കൊള്ളാനും കുറച്ച് കാറ്റത്ത് കളിക്കാനും പിന്നെ ഫൂലോസെ ബാത് കർനെ, പൂക്കളുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെയാണ് ഞാൻ കുറച്ച് വെളിയിൽ വന്നത്, കുറച്ച് പറന്ന് വന്നത് വീട്ടിൽ നിന്ന്. അബ് സാഞ്ച് ഹോ ഗയി ഹെ. ഇപ്പം സന്ധ്യ ആയിരിക്കണു. ഓർ മാ കെ പാസ് ജാ രഹി ഹൂँ. ഞാൻ അമ്മയുടെ അടുത്ത് പോവുകയാണ്. അഭി മേ ചലി ജാ രഹി ഹൂँ. ആപ് സോച്ച് ന കരോ. ഞാനിപ്പോൾ തന്നെ ഞാനിപ്പോൾ പോവുകയാണ്, നിങ്ങളിനി ആലോചിക്കേണ്ട അധികം. മാധവദാസ് നീ കഹ. മാധവദാസ് പറഞ്ഞപ്പോൾ പ്യാരി ചിടിയ പഗലി മത് ബനോ. നീ പ്രാന്താവണ്ട ഇങ്ങനെ. ദേക്കോ തുമാരെ ചാറോ തരഫ് കേസി ബഹാർ ഹേ. നിൻ്റെ 4 വശത്തും എന്ത് ബഹാർ എന്ന് പറഞ്ഞാൽ നല്ല, എന്ത് മനോഹരമാണ്, എന്ത് ഭംഗിയാണ് നോക്ക്. ദേക്കോ പാനി ഖേൽ രഹാ ഹേ. വെള്ളം എന്താണ് കളിക്കുന്നു. ഉദർ ഗുലാബ് ഹസ് രഹാ ഹേ. ഗുലാബ്, റോസ് ഫ്ലവർ, അത് ചിരിക്കുന്നു. ബീത്തർ മെഹൽ മെ ചലോ. നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോകാം വാ. ജാനെ ക്യാ ക്യാ നാ പാവുകി. അവിടെ എന്തൊക്കെ കിട്ടുമറിയോ നിനക്ക്.
मेरा दिल वीरान है എൻ്റെ മനസ്സ് വീരാൻ है ഭയങ്കര വിശാലമാണ് വഹാ കബ് ഹസി സുनने को मिलती है എപ്പം ചിരിക്കാൻ പറ്റും അവിടെ മേരെ പാസ് ബഹുത് സാ സോന മോത്തി ഹെ എൻ്റെ അടുത്ത് ഒത്തിരി എൻ്റെ അടുത്ത് കുറേ സ്വർണ്ണങ്ങളും മോത്തികളും മുത്തുകളും എല്ലാം ഉണ്ട് സോനിക എക് ബഹുത് സുന്ദർ ഘർ മേ തുമേ ബനാവുക ഞാൻ നിനക്ക് സ്വർണം കൊണ്ടുള്ളൊരു വലിയ വീട് മനോഹരമായിട്ടുള്ളൊരു വീട് കെട്ടിത്തരാം മോത്തിയോം കി ഝാലർ ഉസ്മേ ലട്കേഗി മോത്തി പറഞ്ഞാൽ മുത്തിൻ്റെ ഝാലർ പറഞ്ഞാൽ ഈ ബോർഡറൊക്കെ ഝാലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലേസും അല്ലെങ്കിൽ മുത്തുകളും കൊണ്ട് ഈ ബോർഡറൊക്കെ ഡെക്കറേറ്റ് ചെയ്യില്ലേ അതിനാണ് പറയുക അപ്പം അങ്ങനത്തെ തൂക്കിയിട്ടിട്ടുള്ള വലിയ വീട് സുന്ദരമായിട്ടുള്ള വലുതല്ല സുന്ദരമായിട്ടുള്ള വീട് കെട്ടിത്തരാം നിനക്ക് തും മുझे ഖുഷ് റഖ്ന നീ എന്നെ സന്തോഷമായിട്ട് വെക്കണം और तुम्हें क्या चाहिए ഇനി നിനക്ക് എന്താ വേണ്ടത് മാ കെ പാസ് ബത്താവോ ക്യാ ഹെ നിൻ്റെ അമ്മയുടെ അടുത്ത് പറ എന്താ ഉള്ളത് ഇതൊക്കെ നിൻ്റെ അമ്മയുടെ അടുത്തുണ്ടോ എന്നാണ് നിൻ്റെ അർത്ഥം തും യഹാ ഹി സുഖ് സെ രഹോ മേരി ഭോലി ഗുഡിയ നീ ഇവിടെ തന്നെ സുഖമായിട്ടിരിക്കെ എൻ്റെ ഭോലി ഗുഡിയ എൻ്റെ നിഷ്കളങ്കയായ ഗുഡിയ പറഞ്ഞ പാവ ഇവിടെ തന്നെ നീ ഇരിക്കെ ചിടിയ ഇൻ ബാത്തോ സെ ബഹുത് ഡർ ഗയി പക്ഷി ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് അങ്ങേരി പറയണ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് ഭയങ്കര പേടിച്ചു പോയി വാ ബോലി പക്ഷി പറഞ്ഞു മേ ഭട്ടക്കർ തനിക്ക് ആറാം കെ ലിയെ ഇസ് ഡാലി പർ റുക് ഗയി തി ഞാൻ ഒന്ന് വഴി തെറ്റി കുറച്ച് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഈ കൊമ്പിലൊന്ന് ഇരുന്നതായിരുന്നു അബ് ബോൾ ഈ ഏസി ഗൽത്തി നെയ് ഹോഗി ഇനി ഒരിക്കലും ഇതുപോലൊരു തെറ്റ് സംഭവിക്കില്ല മേ അഭി യഹാ സെ ഉड़ रही हूँ ഞാനിപ്പോൾ ഇവിടുന്ന് പറന്നു പോവുകയാണ് തുമാരി ബാത്തി മേരി സമജ് മേ നഹീ ആത്തി ഹെ നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മേരി മാ കെ ഘോസ്ലെ കെ ബാഹർ ബഹുതേരി സുനഹരി ധൂപ് ബിക്രി രഹത്തി ഹെ എൻ്റെ അമ്മയുടെ കൂടിൻ്റെ അടുത്തും നല്ല സ്വർണ്ണ നിറത്തിലുള്ള വെയിൽ ഉണ്ടാവും മുझे और क्या करना है എനിക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് എനിക്ക് ഇനി എന്താ വേണ്ടത് ദോ ധാന്യമാ ലാ ദേത്തി ഹെ എന്തെങ്കിലും കുറച്ച് ധാന്യങ്ങൾ എന്തെങ്കിലും 2-3 ധാന്യങ്ങൾ അതാ എൻ്റെ അമ്മ കൊണ്ടുവന്ന് തരും ഓർ ജബ് മേ പർ ഖോൽനെ ബാഹർ ജാത്തി ഹൂँ ഞാൻ ചിറകൊന്ന് തുറന്ന് പറക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോകുമ്പോൾ തോ മാ മേരി ഭാട്ട് ദേഖ്തി രഹത്തി ഹെ അമ്മ ഞാൻ എപ്പോഴാണ് വരണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും മുझे തും ഓർ കുച്ച് മത് സംझോ മേ അപ്നി മാ കി ഹൂँ നിങ്ങൾ എന്നെ ഇനി ഒന്നും വിചാരിക്കരുത് നിങ്ങൾ എന്നെപ്പറ്റി ഇനി ഒന്നും വിചാരിക്കരുത് मैं अपनी माँ की हूँ ഞാൻ എൻ്റെ അമ്മയുടെയാണ് माधवदास ने कहा बोली चिड़िया तुम कहाँ रहती हो തും മുझे नहीं जानती हो അപ്പം മാധവദാസ് പറഞ്ഞു ഭോലി ചിടിയ നിഷ്കളങ്കയായ ചിടിയ പക്ഷി നീ എവിടെയാണ് താമസിക്കുന്നത് നീ എവിടെയായിരിക്കുന്നത് നിനക്കെന്നെ അറിയില്ലേ ചിടിയ मैं माँ को जानती हूँ भाई को जानती हूँ सूरज को और उसकी धूप को जानती हूँ അപ്പോൾ പക്ഷി പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ അറിയാം എൻ്റെ സഹോദരനെ അറിയാം പിന്നെ സൂര്യനെയും സൂര്യൻ്റെ വെളിച്ചം സൂര്യപ്രകാശം അതായത് വെയിൽ അതും അറിയാം പിന്നെ ഘാസ് പാനി ഓർ ഫൂലോं को जानती हूँ പുല്ല് വെള്ളം പൂകൾ ഇതെല്ലാം എനിക്കറിയാം മഹാമാന്യ തും കോൻ ഹോ മേ തുമെ നഹി ജാൻതി മഹാമാന്യനായ അങ്ങ് ആരാണ് എനിക്കറിയില്ല മാധവദാസ് തും ഭോലി ഹോ ചിടിയ നീ ഭയങ്കര നിഷ്കളങ്കയാണ് പക്ഷി തുമ്നെ മുझे നഹി ജാന തബ് തുമ്നെ കുച്ച് നഹി ജാന നീ എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് അർത്ഥം മേ ഹി തോ ഹൂ സേട്ട് മാധവദാസ് ഞാനല്ലേ സേട്ട് മാധവദാസ് സേട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മുതലാളി എന്നൊക്കെ പറയില്ലേ വലിയ ആൾ പൈസയുള്ള വലിയ ആൾ ആണ് മേരെ പാസ് ക്യാ നഹി ഹെ എൻ്റെ അടുത്ത് എന്താ ഇല്ലാത്തത് ജോ മാങ്കോ മേ വഹി ദേ സക്താ ഹൂം എന്ത് ചോദിച്ചാലും അത് ഞാൻ നിനക്ക് തരാൻ പറ്റും ചിടിയ പർ മേരി തോ ചോട്ടി സി ജാത്ത് ഹെ അപ്പോൾ പക്ഷി പറയും ഞാനൊരു ചെറിയ ജീവനാണ് എൻ്റെ ഒരു ആപ്കെ പാസ് സബ് കുച്ച് നിങ്ങൾ തബ് മുझे ജാനെ ദീജിയെ എന്നെ ഇനി പോകാൻ അനുവദിക്കൂ മാധവദാസ് ചിടിയ തു നിരി അഞ്ചാൻ ഹെ മുझे खुश करेगी तो तुझे മാലാമാൽ കർ സക്താ ഹൂँ അപ്പോൾ പറയും പക്ഷി നീ ഭയങ്കര അഞ്ചാനാണ് പറഞ്ഞാൽ നിനക്ക് നീ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ മാലാമാൽ കർ സക്താ ഹൂँ മാലാമാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ ആളാക്കുക സമ്പന്നമാക്കുക ധന്യമാക്കുക സമൃദ്ധമാക്കുക എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം മാലാമാൽ എന്ന് പറയുന്നത് ഞാൻ നിന്നെ ഭയങ്കര സമ്പന്നമാക്കാം നല്ല വലിയ ആളാക്കാം ഞാൻ ചിടിയ തും സേഠ് ഹോ നിങ്ങൾ മുതലാളിയാണ് മേ നഹി ജാൻതി സേഠ് ക്യാ ഹോത്താ ഹെ അപ്പോൾ പക്ഷി പറയുകയാണ് എനിക്കറിയില്ല ഈ മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പർ സേഠ് കോയി ബഡി ബാത്ത് ഹോത്തി ഹോഗി മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമൊക്കെ ആയിരിക്കാം മേ അൺസമജ്ഡ് ഹരി എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല മാ മുझे ബഹുത് പ്യാർ കർത്തി ഹെ എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വഹ് മേരി രാഹ ദേഖ്തി ഹോഗി അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും
मैं മാലാമാൽ ഹോക്കർ ക്യാ ഹോങ്കി, ഞാൻ മാലാമാലൊക്കെ ആയിട്ട്, ഞാൻ വലിയ ആളൊക്കെ ആയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താ ചെയ്യാനുള്ളത് എനിക്ക് मैं नहीं जानती, എനിക്കറിയില്ല. മാലാമാൽ കിസെ कहते हैं, അതെന്തിനാ പറയുന്നതെന്നേ എനിക്കറിയില്ല. ക്യാ മുझे വഹ തുമാരാ മാലാമാൽ ഹോനാ चाहिए, അപ്പോൾ നിങ്ങൾ പറയണ ആ വലിയ ആൾ എനിക്ക് ആവണോ അപ്പോൾ. सेठ, अरे चिड़िया तुझे बुद्धि नहीं है, പക്ഷി നിനക്ക് ബുദ്ധിയില്ലേ, തു സോന നെഹി ജാൻതി, സോന നിനക്ക് സ്വർണം, സോന എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണം എന്താണെന്ന്, ഉസ്കി ജഗത്ത് തൃഷ്ണ ഹേ, അതിൻ്റെ ലോകത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഭയങ്കര അതിയായ ആഗ്രഹമാണ് ആൾക്കാർക്ക്. തൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം കിട്ടാനുള്ളൊരു അതിയായ ആഗ്രഹം, വളരെ വലിയ ആഗ്രഹം തൃഷ്ണ എന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവർക്കും അത് വലിയ ആഗ്രഹമുള്ളൊരു കാര്യമാണ് സ്വർണ്ണം എന്നൊക്കെ വെച്ചാൽ. വഹ സോന മേരെ പാസ് ഢേർ ഖ ഢേർ ഹൈ, ഢേർ എന്ന് പറഞ്ഞാൽ കുറേ കൂടുതൽ. അപ്പം ആ സ്വർണ്ണം എൻ്റെ അടുത്ത് കുറേ ഉണ്ട്, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. തേരാ ഘർ സമൂച്ച സോനെ കാ ഹോഗ, നിൻ്റെ വീട് ഞാൻ മുഴുവനും സ്വർണത്തിൻ്റെ ഉണ്ടാക്കിത്തരാം. സമൂച്ച എന്ന് പറഞ്ഞാൽ പൂര, സബ് എന്നൊക്കെ പറയില്ലേ, കുൽ എന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് മുഴുവനും. അപ്പം നിൻ്റെ കൂട് മുഴുവനായിട്ടും ഞാൻ സ്വർണത്തിൻ്റെ ഉണ്ടാക്കിത്തരാം. നിൻ്റെ വീട്, ഘർ ഇവിടെ വീടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ऐसा पिंजरा बनवाऊंगा कि कहीं दुनिया में ना होगा ऐसा कि तू देखती रह जाए. എങ്ങനത്തുള്ള കൂടാ ഞാൻ ഉണ്ടാക്കുക, പിഞ്ചറ എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്. ഞാൻ എങ്ങനത്തുള്ള കൂടാ ഉണ്ടാക്കി തരിക, നിനക്ക് ലോകത്തിൽ ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതുപോലെ ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല, അതുപോലത്തുള്ള കൂട് നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം. तो उसके भीतर ധിരക് ഫുദക്കർ മുझे खुश करिए, നീ അതിൻ്റെ ഉള്ളിലിരുന്ന് ധിരക്കന എന്ന് പറഞ്ഞാൽ കാലൊക്കെ മുകളിലെടുത്ത് വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഒരു ഡാൻസ് കളിക്കുന്ന പോലുള്ള അല്ലേ, അതിന് ധിരക്കന പറയും. ഫുദക്കന പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്, ചാടുക, ഹോപ്പിംഗ് എന്ന് പറയാൻ പറ്റും, ഹോപ്പിംഗ് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ पैरों पर उछलना, കാല് ഉച്ചൽന പറഞ്ഞാൽ ചാടുക, पैरों पर ഉച്ചൽന അല്ലാന്നുണ്ടെങ്കിൽ ഇധർ ഉധർ കൂതന, അവിടെ ഇവിടെയൊക്കെ ചാടുക, അതിനെയൊക്കെ തന്നെയാണ് പറയുക. അപ്പം നീ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാടി ഡാൻസ് കളിച്ച് എന്നെ സന്തോഷിപ്പിക്കണം. തേരാ ഭാഗ്യ കുൽ ജായിക, നിൻ്റെ ഭാഗ്യമാണിതൊക്കെ, നിൻ്റെ ഭാഗ്യം തുടങ്ങും ഇവിടെ. തേരെ പാനി പീനേക്ക് കട്ടോരി ഭി സോനെ കി ഹോഗി, കട്ടോരി എന്ന് വെച്ചാൽ ബൗൾ, നിനക്ക് വെള്ളം കുടിക്കാനുള്ള കട്ടോരി ബൗളും എന്താണ്, സ്വർണത്തിൻ്റെ ആയിരിക്കും. ചിടിയ വഹ സോന ക്യാ ചീസ് ഹോത്തി ഹെ, അപ്പം പക്ഷി പറയും ഈ സ്വർണം എന്ത് സാധനമാണിത്. സേട്ട് തു ക്യാ ജാനേഗി തു ചിടിയ ജോ ഹെ, നിനക്ക് എന്തറിയാം, നീ ഒരു പക്ഷിയായിപ്പോയി. സോനെ കാ മൂല്യ സീഖ്നെ കെ ലിയെ തുझे बहुत सीखना है, സ്വർണത്തിൻ്റെ മൂല്യമൊക്കെ അറിയാൻ, വില അറിയാൻ നിനക്ക് കുറേ പഠിക്കേണ്ടി വരും. ബസ് യഹ് ജാൻ ലേ കി സേഠ് മാധവദാസ് തുസ്സേ ബാത് കർ രഹാ ഹെ, പക്ഷെ നീ ഇത്രേ അറിഞ്ഞാൽ മതി, ഇപ്പോൾ വലിയ മുതലാളി മാധവദാസ് നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഇപ്പോൾ. ജിസ്സെ മേ ബാത്ത് കർ ലേത്താ ഹൂँ ഉസ്കി കിസ്മത്ത് ഖുൽ ജാത്തി ഹെ, ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കുന്നുവോ അവരുടെ ഭാഗ്യത്തിന് തുറക്കും, അവിടെ തുടങ്ങും എന്നാണ് പറയുന്നത്. തു അബി ജഗ്ഗ ഹാൽ നെഹി ജാൻതി, നീ ഇപ്പോഴും എന്താണ് ലോകത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തിൻ്റെ കണ്ടീഷൻ, അവസ്ഥയൊന്നും നിനക്ക് ഇപ്പോഴും അറിയില്ല. മേരി കോട്ടിയോ പർ കോട്ടിയാ ഹേ, ബഗീച്ചോ പർ ബഗീച്ചെ ഹേ, എൻ്റെ അടുത്ത് കോട്ടിയ വലിയ വലിയ വീടുകൾ, വീടുകൾ ഇനിയും വീടുകളുണ്ട്. ബഗീച്ചോ പർ ബഗീച്ചെ, ഈ ഒരു പൂന്തോട്ടമൊന്നുമല്ല, ഇനിയും പൂന്തോട്ടങ്ങളിൽ പൂന്തോട്ടം എൻ്റെ അടുത്തുണ്ട്. ദാസ് ദാസിയും കി സംഖ്യ നഹി ഹെ, ദാസന്മാരും ദാസികളുടെയും എണ്ണങ്ങളിൽ അത്ര എണ്ണമുണ്ട്, അതിൻ്റെ അർത്ഥം സർവൻസ്. പർ തുജ്സെ മീരാ ചിത്ത് പ്രസന്നുവ, പക്ഷേങ്കിൽ എന്താണ്, ഇത്രയെല്ലാം എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും നിന്നെ കണ്ടിട്ടാണ് എൻ്റെ മനസ്സെത്ര സന്തോഷിക്കുന്നത്. എന്താ പറയുക, വലിയ വലിയ വീടുകളുണ്ട്, കുറേ ഗാർഡൻ ഉണ്ട്, കുറേ സർവൻ്റ് ഉണ്ട്, സ്വർണ്ണമുണ്ട്, പൈസയുണ്ട്, പക്ഷെ എന്നാലും നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ऐसा वरदान कब किसी को मिलता है, ഇതുപോലത്തുള്ളൊരു വരം ആർക്ക് എപ്പോഴാണ് കിട്ടുക. വരദാനം തന്നെയാണ് വരം. ചിടിയ തൂ ഇസ് ബാത് കോ സമജ്തി ക്യൂ നഹി, ചിടിയ അരേ ചിടിയ, എടി എന്നൊക്കെ പറയില്ലേ പക്ഷി, നീ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്. ചിടിയ സേഠ് മേ നാദാൻ, സേഠ് മേ നാദാൻ ഹൂ, അപ്പം പക്ഷി പറയണ സേഠ മുതലാളി ഞാൻ നാദാൻ ഹൂ, നാദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാ സമച്ച് എന്ന് പറയാം ഹിന്ദിയിൽ കേട്ടോ, പറഞ്ഞാൽ എനിക്കൊന്നും അറിയാത്തവളാണ്, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ, ഒരു ഇന്നോസെൻ്റ് ആയിട്ട് ഉള്ളവർ. മേ കുച്ച് സമജ്തി നഹി, എനിക്കൊന്നും മനസ്സിലാവില്ല. പർ മുझे ദേർ ഹോ രഹി ഹെ മാ മേരി ഭാട്ട് ദേഖ്തി ഹോഗി, പക്ഷെ എന്തായാലും എനിക്ക് സമയം വൈകുന്നു, എന്നെ എൻ്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും, പ്രതീക്ഷിക്കുന്നുണ്ടാവും. സേഠ് ടെഹർ
ഇസ് അപ്പനെ പാസ് കെ ഫൂൽ കോ തുനെ ദേക്കാ. അവിടെ നിൽക്കുന്നു. ഈ പൂ കണ്ടോ, ഈ പൂ നിൻ്റെ അടുത്തുള്ളത്, ഇത് നീ കണ്ടോ? ഏക് ഹെ, ഇതൊന്നാണ്. ഏസെ അൺഗിൻതി ഫൂൽ ഹെ, ഇതുപോലത്തെ അൺഗിൻതി, എണ്ണാൻ പറ്റാത്തത്ര ഒരുപാട് പൂക്കളുണ്ട് ഇതുപോലെ. ഏസെ അൺഗിൻതി ഫൂൽ മേരെ ബഗീചെ മേ ഹെ, ഇതുപോലെ കുറേ പൂക്കൾ എന്താണ് എൻ്റെ ഗാർഡനിലുണ്ട്. വേ ഭാന്തി ഭാന്തി കെ റംഗ് കെ ഹെ. ഭാന്തി ഭാന്തി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള, വിവിധ തരത്തിലുള്ള, പല തരത്തിലുള്ള കളറുകളുടേത്. തര തരക്കി ഉൻകി ഖുഷ്ബു ഹെ, പല തരത്തിലുള്ള പിന്നെ മണമാണ് അതിൻ്റെ. ചിടിയ തൈനെ മേര ചിത്ത് പ്രസന്ന കിയ, നീ എൻ്റെ മനസ്സ് വളരെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ഓർ വേ സബ് ഫൂൽ തെരെ ലിയെ ഖിലാ കരേങ്കി, അപ്പോൾ എന്താണ്, ആ പൂക്കളെല്ലാം വേണ്ടി വിടരും അതെല്ലാം എൻ്റെ ഗാർഡനിൽ. വഹാ ഘോസ്ലെ മേ തെരി മാ ഹെ പർ മാ ക്യാ ഹെ, അവിടെ ഘോസ്ലയിൽ, അവിടെ ഇപ്പോൾ കൂട്ടിൽ നെസ്റ്റ്, ഘോസ്ല എന്ന് പറഞ്ഞാൽ നെസ്റ്റ് കേട്ടോ, കൂട്ടിൽ നിൻ്റെ അമ്മയുണ്ട്, ശരിയാണ്. पर माँ क्या है, പക്ഷെ അമ്മ ഇപ്പം എന്താണ്, ഇസ് ബഹാർ കെ സാമനെ തെരി മാ ക്യാ ഹെ, ഈ ഇത്രയും പൂക്കളും ഈ വലിയ ഗാർഡനും ഇതിൻ്റെ അടുത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ, അമ്മ എന്താ ഉള്ളത് ഇപ്പോൾ. വഹാരെ ഘോസ്ലെ മേ കുച്ച് ഭി തോ നഹി ഹെ, അവിടെ നിൻ്റെ ഘോസ്ല, നിൻ്റെ നെസ്റ്റിൻ്റെ ഉള്ളിൽ, നിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, നിൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. തൂ അപ്നെ കോ നഹി ദേഖ്തി, നിന്നെ തന്നെ നീ കാണുന്നില്ല, നീ അറിയുന്നില്ല. കേസി സുന്ദർ തെരി ഗർദൻ, നിന്നെ സ്വന്തം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിൻ്റെ കഴുത്ത് എന്ത് ഭംഗിയാണ്. കേസി രംഗീൻ ദേഹ, നിൻ്റെ എന്ത് കളർഫുള്ളായിട്ടുള്ള ശരീരമാണ്. തൂ അപ്പനെ മൂല്യക്കോ ക്യൂ നഹി ദേഖ്തി, നിനക്ക് നിൻ്റെ വാല്യൂ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്, എന്തുകൊണ്ടാണ് അറിയാത്തത്. മേ തുझे സോനെ സെ മടുക്കർ തെരെ മൂല്യക്കോ ചംകാ ദൂങ്ക, ഞാൻ നിന്നെ സ്വർണം കൊണ്ട് മടുക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഓവർലേ എന്ന് പറയാം, OVERLAY പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും കോട്ടിങ് ചെയ്യുക അല്ലെങ്കിൽ കവറിങ് ചെയ്യുക എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ നിന്നെ സ്വർണത്തിൻ്റെ മൊത്തം സ്വർണം കൊണ്ട് മൂടിയിടുന്നൊക്കെ പറഞ്ഞില്ലേ, മൂടി നിന്നെ അങ്ങോട്ട് ചംകാതൂങ്ക, അങ്ങനെ നിന്നെ അങ്ങോട്ട് നല്ല ഷൈനിങ് ആക്കും, നല്ല മിന്നുന്ന പോലെ ആക്കും എന്ന് പറയുന്നത്. തേനെ മേരെ ചിത്തുക്കോ പ്രസന്നിക്കുക, തേനെ പറഞ്ഞാൽ നീയാന്നുള്ള അർത്ഥം തന്നെയാണ്, പക്ഷെ അതൊരു വില്ലേജ് ടൈപ്പിലുള്ള ലാംഗ്വേജ് അതാ പറഞ്ഞു. നീ എൻ്റെ മനസ്സിനെ, മനസ്സിനെ ഭയങ്കര സന്തോഷപ്പെടുത്തി, അതുകൊണ്ട് തും മത് ജാ യഹീ രഹ, നീ പോണ്ട, നീ ഇവിടെ തന്നെ ഇരിക്കുക. चिड़िया सेठ, मैं अपने को नहीं जानती, इतना जानती हूँ कि माँ मेरी माँ है और मुझे यहाँ देर हो रही है. അപ്പോൾ പക്ഷി പറയും, मैं अपने को नहीं जानती, എനിക്ക് സ്വന്തം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത്ര ജാനത്തി ഹോ, പക്ഷേ ഇത്രയ്ക്കറിയാം, എന്താ വെച്ചാൽ മാ മേരി മാ ഹെ, അമ്മ എൻ്റെ അമ്മയാണ്. और मुझे यहाँ देर हो रही हूँ, എനിക്കിവിടെ ലേറ്റ് ആവണു, എനിക്കിവിടെ വൈകി പോകണു. सेठ मुझे रात मत करो, रात में अंधेरा बहुत हो जाता है और मैं राह भूल जाऊँगी. അപ്പോൾ പറയണേ, രാത് മത് കറോ, എന്നെ ഇരുട്ടാവാൻ വിടരുത്, ഒരുപാട് രാത്രിയാവണവരെ എന്നെ പിന്നെ നിൽക്കാൻ പറയരുത്, രാത്രി ആയാൽ കൂടുതൽ ഇരുട്ടാവും. പിന്നെ മേ രാഹ് ഭൂൽ ജാऊँगी, ഞാൻ വഴി മറന്നു പോകും, ഇരുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഴി മറന്നു പോകും. സേഠിനെ കഹാ, സേഠ് പറഞ്ഞു, അച്ഛാ ചിടിയ ജാതി ഹോ തോ ജാओ, ശരി പക്ഷി, എന്നാൽ നീ പോകണമെങ്കിൽ പോ. पर इस बगीचे को अपना ही समझो, എന്തായാലും എന്താ വെച്ചാൽ ഈ ബഗീച്ച, ഈ പൂന്തോട്ടത്തിന്, ഗാർഡനെ നീ നിൻ്റെ ആണെന്ന് വിചാരിച്ചോ. തും ബടി സുന്ദർ ഹോ, നീ നല്ല സുന്ദരമായിട്ടുണ്ട്. यह कहने के साथ ही सेठ ने एक बटन दबा दिया, ഇത് പറഞ്ഞ ഉടനെ സേठ എന്ത് ചെയ്ത് ഒരു ബട്ടൺ പ്രസ് ചെയ്തു. उसके दबने से दूर कोटी के अंदर आवाज़ हुई, അത് പ്രസ് ചെയ്ത ഉടനെ അവരുടെ വീട്ടിനകത്ത് അതിൻ്റെ ശബ്ദം പോയി. പറഞ്ഞാൽ ബെല്ല് പോലെ അല്ലേ, കോളിംഗ് ബെൽ പോലെ. ജിസെ സുൻകർ एक दास छटपट भागकर बाहर आया, അത് കേട്ടിട്ട് ഒരു ദാസൻ അവിടുന്ന് വേഗം, ഒരു സെർവൻറ്റ് വേഗം അവിടുന്ന് വെളിയിലേക്ക് വന്നു. യാ സബ് ചൻ ഭർ മേ ഹോ ഗയാ और चिड़िया कुछ भी नहीं समझी, ഇതെല്ലാം നിമിഷ നേരം കൊണ്ടായി. അപ്പോൾ ഈ പക്ഷിക്ക് ഇതൊന്നും മനസ്സിലായില്ല. സേഠ് കഹത്തെ രഹെ, അപ്പോൾ ഈ സേഠ് പറഞ്ഞുകൊണ്ടിരുന്നു, തും അഭി മാ കെ പാസ് ജാओ, നീ ഇനി അമ്മയുടെ അടുത്ത് പോ. മാ ഭാട്ട് ദേഖ്തി ഹോഗി, അമ്മ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. പർ കൽ ആവുകി ന, നാളെ വരില്ലേ. കലാന പർസോ ആന റോജാന, നാളെ വരണം, മറ്റന്നാളും വരണം, ദിവസവും വരണം. യഹ് കഹത്തെ കഹത്തെ ദാസ് കോ സേഠിനെ ഇഷാര കർ ദിയ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്ത് ഇദ്ദേഹം സെർവൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സങ്കേതം കൊടുത്തു. വഹ ചിടിയ കോ പക്കടനേക്ക് ജത്തൻ മേ ചല, കൊടുത്ത ഉടനെ സെർവൻ്റ് എന്ത് ചെയ്ത് ഈ പക്ഷിയെ പിടിക്കാനുള്ള ശ്രമത്തിൽ പോയി. സേഠ് കഹത്തെ രഹെ, സേഠ് പറഞ്ഞുകൊണ്ടിരുന്നു, സച്ച്
തും ബഡി സുന്ദർ ലഗ്തി ഹോ, നീ ഭയങ്കര സുന്ദരമാണ്, നീ വളരെ മനോഹരമാണ് നിന്നെ കാണാൻ. തുമാരി ഭായി ബഹൻ ഹേ, നിൻ്റെ സഹോദരന്മാരെ കൊണ്ടോ. കിത്തിനെ ഭായി ബഹൻ ഹേ, എത്ര സഹോദരി സഹോദരന്മാരെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കുമല്ലോ. അപ്പോൾ ഈ സെർവൻറ്റിന് പോയി പിടിക്കാൻ പറ്റും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ചിടി ദോ ബഹൻ ഏക് ഭായി पर मुझे देर हो रही है. അപ്പോൾ പക്ഷി പറഞ്ഞു 2 സഹോദരിയും 1 സഹോദരനുണ്ട്, പക്ഷേ എനിക്ക് ലേറ്റാവുന്നു. ജാന, എനിക്കിപ്പോൾ പോകണം. അഭി തോ ഉജേല ഹേ, 2 ബഹൻ 1 ഭായി ഹേ, ബടി അച്ചി ബാത്ത്. അപ്പോൾ സേട്ട് പറഞ്ഞു ഇപ്പം ഉജാല എന്ന് പറഞ്ഞാൽ ഉജാല വെളിച്ചത്തിന് പറയണത് തന്നെയാണ് കേട്ടോ. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. 2 സഹോദരിയും 1 സഹോദരനൊക്കെയാണ്, നല്ല കാര്യമാണല്ലോ. പർ ചിടിയാക്കെ മന്മേ ഭീതർ ജാനെ ക്യോ ചേൻ നഹി താ. എന്താണെന്നുണ്ടെങ്കിൽ എത്ര സ്നേഹത്തോടെ പറയുന്നുണ്ടെങ്കിലും പക്ഷിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. വഹ ചോക്കന്നി ഹോ ചാരോ ഓർ ദേഖ്തി തീ. ഉസ്നെ കഹാ സേഠ് മുझे ദേർ ഹോ രഹി ഹെ. ചോക്കന്നി ഹോ ഭയങ്കര നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, വളരെ നന്നായിട്ട് 4 വശവും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായിട്ട് സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കഹ, അവൾ പറഞ്ഞു സേഠ് മുझे ദേർ ഹോ രഹി, എനിക്ക് വൈകുന്നു. സേഠിനെ കഹാ, സേഠ് പറഞ്ഞു ദേർ അബി കഹാ, ഇപ്പം ഇങ്ങനെ വൈകണത്. അബി ഉജയില ഹേ, ഇപ്പം വെളിച്ചമുണ്ട്, നല്ല ഇപ്പം ഇരുട്ടൊന്നും ആയിട്ടില്ല. മേരി പ്യാരി ചെടിയാ. തും അപ്പനെ ഘർ കാ ഇത്തനെ ഓർ ഹാൽ സുനാവോ ഭയ മത് കരോ. നീ നിൻ്റെ വീട്ടിലത്തെ ഇനിയും കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾപ്പിക്കുക എനിക്ക്. ഭയ മത് കരോ, പേടിക്കണ്ട. ചിടിയാനെ കഹാ സേട്ട് മുझे ഡർ ലഗ്താ ഹെ. അപ്പോൾ പക്ഷി പറഞ്ഞു സേട്ട് എനിക്ക് പേടിയാവുന്നു. മാ മേരി ദൂർ ഹെ, അമ്മ എൻ്റെ ദൂരെയാണ്. രാത് ഹോ ജാएगी तो राह नहीं സൂചേഗി. അപ്പോൾ രാത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാഹ് പറഞ്ഞാൽ വഴി എനിക്ക് മനസ്സിലാവില്ല. ഇത്തനെ മേ ചിടിയാക്കോ ബോധുവ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷിക്കൊരു ബോധം വന്നു, പറഞ്ഞാൽ തോന്നി, മനസ്സിൽ തോന്നി ഒരു കീ ജैसे एक कठोर स्पर्श उसके देह को छू गया. ഒരു ഫീലായി. എന്ത് ഫീലായത്? എന്തോ ഒരു ഹാർഡായിട്ടുള്ള കഠോരമായിട്ടുള്ളൊരു സ്പർശം, ഒരു ടച്ചിങ്, തൊട്ട പോലെ തോന്നി ആരോ. വഹ ചീക്ക് ദേക്കർ ചിച്ചിയായി ഓർ ഏകദം ഉഠി. ചീക്കണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കെ നിലവിളിച്ച് ചിച്ചിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ റിപ്പീറ്റഡ്ലി നിലവിളിക്കുക. അങ്ങനെ പറഞ്ഞാൽ ബാർ ചില്ലാന എന്നൊക്കെ പറയാം ഹിന്ദിയിൽ. ജോർ സെ ചില്ലാന, ജോർ സെ ബാർ ചില്ലാന, ചിച്ചിയായ പറഞ്ഞാൽ. ഓർ ഏകദം ഉഠി. അപ്പോൾ വേഗം അങ്ങോട്ട് എണീറ്റ് പറക്കാൻ തുടങ്ങി. नौकर के फैले हुए पंजे में वह आकर भी नहीं आ सकी. നൗക്കറിൻ്റെ സെർവൻ്റെ ഫെയിലെ ഹുയെ, ഇങ്ങനെ കൈ രണ്ടും കൂടിയിട്ട് പിന്നെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയില്ലേ, അതിൻ്റെ അകത്ത് ആക്കർ ബി നെഹി ആ സക്കി. വന്നിട്ടും വന്നില്ല, കിട്ടിയില്ല പക്ഷിയെ. പറഞ്ഞാൽ ടച്ച് ചെയ്തു, തൊട്ടു, പക്ഷേങ്കിൽ അതിനെ പിടിക്കാൻ കിട്ടിയില്ല. തബ് വഹ ഉടുത്തി ഹുയി ഏക് സാസ് മേ മാ കെ പാസ് ഗയി. അപ്പോൾ വേഗം അങ്ങോട്ട് പറന്ന് ഒരേ ഒരു ശ്വാസത്തിൽ അമ്മയുടെ അടുത്ത് പോയി. ഓർമാ കി ഗോദ് മെ ഗിർക്കർ സുബക്കനെ ലഗി. ഓമാ അമ്മയുടെ മടിയിൽ പോയി അവിടെ ഇരുന്ന് സുബക്കനെ ലഗി. സുബക്കന പറഞ്ഞാൽ ഒരുപാട് കരയുക, പറഞ്ഞാൽ തേങ്ങി കരയുക എന്ന് പറയില്ലേ അത്. ഹിന്ദിയിലാണെങ്കിൽ ഹിച്കിയാൻ ലേക്കർ റോന എന്നൊക്കെ പറയാം. ഹിച്കിയാൻ ലേന പറഞ്ഞാൽ തേങ്ങി കരയുക. സുബക്കനെ ലഗി. ഓമാ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. മാ നെ ബച്ചി കോ ഛാത്തി സെ ചിപ്ടാക്കർ പൂച്ച. അമ്മ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ചോദിച്ചു, ക്യാ ഹേ മേരി ബച്ചി ക്യാ ഹേ, എന്താ എൻ്റെ കുട്ടി, എന്തായത്? പർ ബച്ചി കാം കർ മാ കി ഛാത്തി സെ ഓർ ചിപ്പക് ഗയി. പക്ഷേ കുട്ടി എന്താണ് കാം കർ പറഞ്ഞാൽ വിറച്ചുകൊണ്ട് അമ്മയുടെ നെഞ്ചത്ത് ഇനിയും കൂടി ഒട്ടിയിരുന്നു. ബോലി കുച്ച് നഹി, ഒന്നും പറഞ്ഞില്ല. സുബക്തി രഹി, പക്ഷെ എന്താണ് കരഞ്ഞുകൊണ്ടിരുന്നു, തേങ്ങിക്കൊണ്ടിരുന്നു. ഓമാ മാ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് തേങ്ങിക്കൊണ്ടിരുന്നു. ബടി देर में उसे ठाटस बंधा और तब वह पलक मींच उस छाती में ही चिपक कर सोई. बड़ी देर में उसे ठाटस बंधा. ടാട്ടസ് എന്ന് പറഞ്ഞാൽ ആശ്വാസം കേട്ടോ, ആശ്വസിപ്പിക്കുക. ടാട്ടസ് ദീന എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക, കൺസോലേഷൻ. കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എന്താണ് അത് പലക്ക് മീൻച്ച്, കണ്ണുകൾ അടച്ച് അമ്മയുടെ നെഞ്ചത്ത് ചിപ്പക്കർ ഒട്ടി ഉറങ്ങി. ജേസെ അപ്പലക്ന ഖോലേഗി, ഇനിയിപ്പോൾ കണ്ണേ തുറക്കാത്ത വിധത്തിൽ കിടന്ന് ഉറങ്ങി. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ആശ്വാസം കിട്ടി, രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസം. എല്ലാവർക്കും കഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.